നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ പാക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ട് മോനെ തേപ്പിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം തയ്യാറാക്കി വെച്ചാൽ മതി. അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അങ്ങനെ സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ തലേ ദിവസം ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. നല്ല റിസൾട്ടാണ് കേട്ടോ. മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും, മുടി വളരും കേട്ടോ. ഒലിവ് ഓയിലും കോഫി പൗഡറൊക്കെയാണ് ഒലിവ് ഓയിലും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നു പറഞ്ഞല്ലോ സ്കാൽപ്പിലേക്കുള്ളത്. ഇത് നല്ല റിസൾട്ടാട്ടോ. നിങ്ങൾ ഒരിക്കലും ഒരു മടി കാണിക്കണ്ട. നിങ്ങൾ ഇത് ആഴ്ചയിൽ 1-2 തവണ മാറി മാറി ചെയ്യുക. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്യുക, സമയമില്ലാത്തവർ കേട്ടോ. അപ്പോൾ ഇതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മുടി ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഡ്രൈനെസ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു ടിപ്പുണ്ട്. അത് ഇപ്പോൾ ഈ പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, ചിലർ ജോലിക്കാരാവാം അല്ലേ പലരും. അപ്പോൾ അങ്ങനെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടായി തോന്നാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ടിപ്സും കാര്യങ്ങളും അവർ ഉപയോഗിക്കണം കേട്ടോ. അതിനുള്ള കുഞ്ഞു ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒന്നും കൂടി പറയുവാണ് കേട്ടോ. ഇതാണ് കേട്ടോ കറ്റാർ വാഴ. അറിയാലോ കറ്റാർ വാഴ നമ്മൾ മുറിച്ചിട്ട്, എപ്പോഴും പറയാറുള്ളതാണ് കേട്ടോ, മുറിച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇറക്കി വെക്കണം. എന്താന്ന് വെച്ചാൽ ഇതിലൊരു മഞ്ഞ ദ്രാവകമുണ്ട്, അത് കളയണം കേട്ടോ. അത് കണ്ട മഞ്ഞ ദ്രാവകം പോലെ ഉള്ളത് വരും. അപ്പോൾ നമ്മൾ ഒരു കുറച്ചല്പം വെള്ളത്തിൽ ഇത് മുക്കി വെക്കുക. മുക്കി വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ മഞ്ഞ ദ്രാവകം മുഴുവനും ആ വെള്ളത്തിൽ വന്ന് അത് പോകണം കേട്ടോ. പോയില്ലെങ്കിൽ ഇത് ചൊറിച്ചിലുണ്ടാക്കും. നമ്മൾ തലയിലാണോ അല്ലെ ഫേസിലൊക്കെ, ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാമല്ലോ. ഫേസിൽ എവിടെയാണോ നമ്മൾ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മഞ്ഞ കളറുള്ള ദ്രാവകം കളയണം കേട്ടോ. കളഞ്ഞില്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. ഇത് കളഞ്ഞ് ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ഇത് കളഞ്ഞിട്ട് ഇതുപോലെ അറ്റം മുറിച്ചിട്ട് വേണം മുറുക്കി വെക്കാൻ. ഫുള്ളായിട്ട് ഒരു ലീഫ് ഫുള്ള് അന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ, ഫുള്ളായിട്ട് കാണിക്കാം. ഇതുപോലത്തെ ഒരു ലീഫ് കേട്ടോ. ഇത് ഫുള്ള് അടി കട്ട് ചെയ്തിട്ട്, ഇങ്ങനെ അടി കട്ട് ചെയ്തിട്ട് വേണം ഇറക്കി വെക്കാൻ. അപ്പോഴത്തേക്ക് ആ വെള്ളം മുഴുവനും മഞ്ഞ കളറായിട്ട് മാറും. ചിലർക്ക് അറിയാത്തവർ എന്താന്ന് വെച്ചാൽ ഇത് അങ്ങനെ തന്നെ മുറിച്ച ഉടനെ തന്നെ തേക്കും. അപ്പോൾ അങ്ങനെ തേക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അവർ കരുതുന്നത് എന്താന്ന് വെച്ചാൽ അലോവേര അവർക്ക് അലർജിയാണ്, അതുകൊണ്ടാണ് ചൊറിച്ചിലെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരോട് സംശയം, നമ്മൾ അറിയാവുന്നവരോടൊക്കെ പറയുന്നുണ്ട്, ആ വെള്ളം മഞ്ഞ ദ്രാവകം ഉള്ളതുകൊണ്ടിട്ടാണ് ചൊറിച്ചിലുണ്ടാകുന്നത്, അത് ഇതുപോലെ ചെയ്ത് നോക്കാൻ പറയും. അപ്പോൾ അങ്ങനെ അവർ നോക്കുമ്പോൾ ഇപ്പോൾ ചൊറിച്ചിലൊന്നും ഇല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പലർക്കും അറിയാതെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ മുള്ള് പോലെയുള്ള 2 അറ്റം കളയാം. മുള്ള് പോലെയുള്ള 2 അറ്റം മുറിച്ച് കളയാം കണ്ടോ. മുറിച്ചിട്ട് നമുക്ക് ഈ അകത്തെ തൊലി ഉണ്ടല്ലോ, അകത്തെ തൊലി നമുക്ക് കളയാം കണ്ടോ. അകത്തെ തൊലി കളഞ്ഞിട്ട്, അപ്പം നമുക്ക് ഇതിലൊക്കെ നിറച്ചും ജെല്ലാണ് കേട്ടോ. നമുക്ക് തലയിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. തലയിലൊക്കെ തേച്ച് ഒന്നും കളയരുത് കേട്ടോ. നമ്മളെല്ലാം നമുക്ക് അത് യൂസ് ചെയ്യാം കണ്ടോ. പറ്റി കണ്ടോ തൊലി. എന്നിട്ട് ഇത് കണ്ടോ നിറച്ചും ജെല്ലല്ലേ, കാണാൻ പറ്റുന്നില്ലേ കണ്ടോ ജെല്ല്. അപ്പം ഈ ജെല്ല് നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഞാൻ ഒലിവ് ഓയിൽ എടുക്കാം. ഇപ്പോൾ സമയമില്ലാത്തവർക്കാണ് കേട്ടോ ഇത്. ബാക്കി നമുക്ക് സമയമുള്ളവർക്ക് ആ പാക്കൊക്കെ ഉപയോഗിക്കാം. ഓരോന്നിനും ഓരോ റിസൾട്ടാണ് കേട്ടോ. ഓരോന്നിനും ഓരോ റിസൾട്ടാണ്. അപ്പോൾ ഞാൻ ഈ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ കുഞ്ഞ് ടിപ്പ് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായി. നമ്മൾ അല്പം ഒലിവ് ഓയിൽ ഇതുപോലെ എടുക്കാം, കയ്യിലെടുത്താൽ മതി, കുഴപ്പമില്ല. എന്നിട്ട് ഈ ജെല്ല് അതിൽ മുക്കാം. മുക്കിയിട്ട് നമ്മൾ ശരിക്കും തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഞാനിതിപ്പോൾ മുടി ഇങ്ങനെ കെട്ടി വെച്ചോണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ലെയറായിട്ട് എടുത്തെടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ അപ്പം നമ്മളിങ്ങനെ തേച്ച് വരുമ്പോൾ ഇതിൻ്റെ ജെല്ല് വറ്റുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്യുക. മുക്കിയിട്ട് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യുക, ഒലിവ് ഓയിൽ മുക്കിയിട്ട് കേട്ടോ. കണ്ടോ ശരിക്കും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം. നിങ്ങളിങ്ങനെ മുടി കെട്ടിയിട്ടായിരിക്കരുത് കേട്ടോ.
ചെയ്യണം. ഞാനിതിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ മുടി അഴിച്ചിട്ടിട്ട് വേണം ലെയറായിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് തേക്കാനായിട്ട്. ഇതാ, ഇങ്ങനെ എടുക്കാം. എന്നിട്ട് മുടി ഇങ്ങനെ അഴിച്ചിടുമല്ലോ നമ്മൾ, മുടി അഴിച്ചിട്ട് അതിൽ വേണം നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ. കണ്ടോ? അപ്പം നല്ല ബ്ലാക്ക് ആവും കേട്ടോ. അത് എന്നോട് ഇപ്പോൾ അതുപോലെ ചോദിച്ചു, ഹെയർ ഡൈ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പാക്ക് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെയർ ഡൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം വേണമെങ്കിൽ ഈ അലോവേര പ്ലസ് ഒലിവ് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ ചെയ്ത നമ്മൾ ബ്ലാക്ക് കിട്ടില്ല, അത് ഒന്നും കൂടി ബ്ലാക്ക് ആയിട്ട് നമുക്ക് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ 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 ചെയ്യുമ്പോൾ എന്താ ഗുണം എന്നറിയോ? നമ്മളിപ്പോൾ തല പുകച്ചിലൊക്കെ ഉള്ളവരുണ്ടാവല്ലോ, ചൂട് കൊണ്ടൊക്കെ നമുക്ക് ശരീരത്തിലെ ബ്ലഡ് ചൂടാകുമ്പോഴൊക്കെ നമുക്ക് തലയ്ക്കും അത് ബാധിക്കും. അപ്പോൾ ഈ നമ്മൾ പറയും തലയൊക്കെ പൊള്ളി പോണു, നല്ല പുകച്ചിലുണ്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ. ആ സമയത്ത് നിങ്ങൾ അല്പം ഇതുപോലെ കറ്റാർവാഴ എടുക്കുക, ഒലിവ് ഓയിൽ എടുക്കുക, ഇങ്ങനെ തേച്ച് അപ്ലൈ ചെയ്യുമ്പോൾ തലയ്ക്കൊക്കെ എന്ത് കൂളിങ്ങാണെന്നറിയോ? അത് അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. അപ്പോൾ നമുക്ക് തലവേദന ഒന്നും എടുക്കില്ല. ചിലവർക്ക് ഈ തല ചൂടാവുമ്പോൾ ഭയങ്കര തലവേദനയായിരിക്കും. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും കേട്ടോ. ഇപ്പോൾ പകൽ സമയമാണെങ്കിൽ ഇതുപോലെ തേച്ചിട്ട് നമുക്ക് കഴുകിക്കളയണമെന്നില്ല കേട്ടോ. ഉണങ്ങി കഴിയുമ്പോൾ പിന്നിട്ട് വെച്ചാൽ മതി മുടി കേട്ടോ. മുടി അയച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇതിപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങൾ തലയോട്ടിലൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല തണുപ്പായിരിക്കും, മുടിക്കൊക്കെ നല്ല സുഖമായിരിക്കും, തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും. ഈ ചൂട് കൊണ്ട് നമുക്ക് തലയൊക്കെ അതുപോലെ നമുക്ക് ചൂട് വരുമ്പോൾ ചൊറിച്ചിലുണ്ടാവുമല്ലോ, പിന്നെ കുരുക്കളുണ്ടാവും, ചൊറി ഉണ്ടാവും. അപ്പോൾ അതും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചൊറിച്ചിലൊക്കെ മാറും കേട്ടോ. കുരുക്കൾ കുഞ്ഞു കുഞ്ഞു ഈ ചൂട് കൊണ്ട് തലയ്ക്ക് ബ്ലഡ്, ഞാൻ പറഞ്ഞല്ലോ ബ്ലഡ് ചൂടാവുമ്പോൾ അത് തലയെ വരെയും ബാധിക്കും. അപ്പോൾ അത് കുരുക്കളൊക്കെ ഉണ്ടാവും. അങ്ങനെ കുരുക്കളുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, കുരുക്കൾ വരെയും പോകും കേട്ടോ. തലയ്ക്ക് നല്ല സുഖമായിരിക്കും, നല്ല തണുപ്പായിരിക്കും. ഇതുപോലെ ഈ തല ചൂടായി ഭയങ്കര ബുദ്ധിമുട്ടിരിക്കുന്നവർ ഉടനെ തന്നെ അലോവേര എടുക്കുക, ഇതുപോലെ ഒലിവ് ഓയിൽ എടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത്, ഏത് വെളിച്ചെണ്ണയാണോ ഉപയോഗിക്കുന്നത് അതിൽ മുക്കി ചെയ്യാം കേട്ടോ. ഇനി ഒന്നുമില്ല എങ്കിൽ ഇതുപോലെ ജെല്ല് മാത്രമാണെങ്കിലും നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഒലിവ് ഇത് വറ്റി കണ്ടോ? ഇതിങ്ങനെ എടുക്കുക, മാക്സിമം ഇങ്ങനെ കുത്തി 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 കൊടുക്കുക. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതുപോലെ ഞാനിപ്പോ ഇങ്ങനെ പിന്നിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അതല്ലാതെ നിങ്ങൾ ചെയ്യേണ്ടത് മുടി ഇങ്ങനെ അഴിച്ചിട്ട് ഇതുപോലെ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ മുടി ഒന്ന് ആ ഈർപ്പം ഒന്ന് തീരുന്ന സമയത്ത് നിങ്ങൾ വിടുത്തണം കേട്ടോ. മുടി വിടുത്തി അതിൽ വല്ല ഇതിൻ്റെ അംശം ഉണ്ടോ നോക്കണം. ജെല്ലിൻ്റെ വല്ലതുണ്ടെങ്കിൽ നിങ്ങളത് മുടി നല്ലോണം ഉണങ്ങണതിന് മുമ്പ് തന്നെ എടുത്ത് കളയണം കേട്ടോ. ചിലപ്പോൾ മുടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അപ്പം തന്നെ അത് എടുത്ത് കളയണേ. പിറ്റേ ദിവസം ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ തലമുടിയായിട്ട് പറ്റിയിരിക്കും, പിന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ മുടി നല്ലോണം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തലമുടി വിടുത്തിയിട്ട് മുടിയിലുള്ള വല്ല ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ തരിയൊക്കെ വന്ന് നിൽക്കാം, അത് മുടി ഉണങ്ങുന്നതിന് മുമ്പ് കളയണം കേട്ടോ. ഇപ്പോൾ എനിക്കിതിപ്പോൾ നല്ലൊരു ആശ്വാസമായി. ഇങ്ങനെ ഇത് തേച്ചപ്പോഴത്തേക്കും തലയ്ക്കൊക്കെ നല്ല തണുപ്പായി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ശരിക്കും മുടി ഇല്ലാത്തടത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിവ് ഓയിലും കൂടിയാണ്, സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിക്കും കേട്ടോ. മുടി ധാരാളം ഉണ്ടാവും. ഇങ്ങനെ 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 ചെയ്യാം. അതുപോലെ ബാക്കും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഇവിടെ ജെല്ല് ഇരിക്കുന്നുണ്ടോ? ആ ജെല്ല് നമ്മൾ എടുത്ത് കളയാം.
ഉണങ്ങി കഴിയുമ്പോൾ മുടിയായിട്ട് പറ്റി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും കളയാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പം നിങ്ങൾ മുടി ഒന്ന് വിടുത്താം. ഇത് തലമുടി ഉണങ്ങുന്നതിന് മുമ്പ് വേണം വിടുത്താനായിട്ട്. എന്നിട്ട് ഇതുപോലെയുള്ള ജെല്ലൊക്കെ ഇല്ലെങ്കിൽ കളയാം. അപ്പോൾ ഇതുപോലെ മുടി അഴിച്ചിട്ട് വേണം കേട്ടോ. മുടി പിന്നിട്ടിട്ട് പാടില്ല, അഴിച്ചിട്ട് എല്ലായിടവും പരട്ടാം. തലമുടി ഉണങ്ങുന്നതിന് മുമ്പ് ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ മുടി പിടുത്തുമ്പോൾ തന്നെ ആ ജെല്ലെല്ലാം പറക്കി പറക്കി കളയാം. ഇതുപോലെയൊക്കെ ഉപയോഗിക്കാം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ. കമൻറ്റിലൂടെയും എല്ലാം എല്ലാവരും നല്ല നല്ല കമൻസ് ഒക്കെ ഇടുന്നുണ്ട്. എല്ലാവർക്കും വളരെ ഇടുന്നവർക്കൊക്കെ കേട്ടോ വളരെയധികം താങ്ക്സ് ഉണ്ട്. പിന്നെ നാരായണ ജപം അത് മുടക്കണ്ട കേട്ടോ. എപ്പോഴും ഏത് സമയത്തും നമുക്ക് നാരായണ ജപിക്കാം. അതിന് സമയമൊന്നും ഇല്ല കേട്ടോ. ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാരായണ 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 മനസ്സിലെങ്കിലും ഉരുവിട്ട് നിൽക്കാം. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് എപ്പോഴും നാരായണ ജപിച്ച് ചെയ്യാം. അപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ ഭയങ്കര പ്രയാസമുള്ള ജോലിയായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ ഈ ജോലി ഭംഗിയായി ചെയ്യാൻ സാധിക്കണേ, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ സാധിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മളറിയാതെ തന്നെ നമുക്ക് തന്നെ അതിശയം, ഇത്ര പെട്ടെന്ന് തീർന്നോ. നമുക്ക് ചില സമയത്ത് ഭയങ്കര ക്ഷീണം ഉണ്ടാവും അല്ലേ, പക്ഷെ ചെയ്യാതിരിക്കാനും പറ്റാത്ത തരത്തിലുള്ള വർക്കുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ പറയാം, ഭഗവാനെ കൂടെ വന്നേക്കണേ, പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ജോലി കൂടുതലുള്ളപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം, നമ്മളറിയില്ല ജോലി തീരണതിന് അതുപോലെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനെ കൂടെ ഉണ്ടാവണേ, ഇത് പെട്ടെന്ന് ചെയ്ത് തീരണേ, അത് നന്നാവണേ, അങ്ങനെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. അതുപോലെ മനസ്സിലാണെങ്കിലും നമ്മൾ നാരായണ 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 ജപിച്ചുകൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പം നമുക്ക് എല്ലാം നല്ല ചിന്തകളിലേക്കേ വരുള്ളൂ. എല്ലാത്തിനും നല്ല ചിന്തകൾ ഉണ്ടാവും. നമുക്ക് ആരെയും ഉപദ്രവിക്കാനുള്ള മനസ്സുണ്ടാവില്ല. എല്ലാവരോടും നമുക്ക് സിമ്പതി ഉണ്ടാവും അല്ലേ. മറ്റുള്ളവരുടെ അനുഭവം, ഇപ്പം മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ അത് നമ്മളാണെങ്കിലോ എന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖം പോലെ എടുത്ത് നമ്മൾ അവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഭഗവാൻ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. നമുക്ക് നല്ലതേ വരത്തുള്ളൂ. എപ്പോഴും നമ്മൾ പറയില്ലേ, എന്താണ്, ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചീത്ത പ്രവർത്തികളൊന്നും ചെയ്യാൻ തോന്നില്ല, ദുഷ്ടപ്രവർത്തികളൊന്നും ചെയ്യാൻ തോന്നില്ല അല്ലേ. എപ്പോഴും നമ്മൾ നന്മയുണ്ടാവും നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളൂ. അപ്പോൾ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ചെയ്യുക. ഇനിയും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളെ കമൻസിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ടിപ്പുമായിട്ട് നാളെ കാണാം.